mariyamartistryയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു നാച്ചുറൽ ലുക്ക് മേക്കപ്പാണ്. അത്യാവശ്യം വേർക്കുകയോ മഴയത്തിറങ്ങുകയൊക്കെ ചെയ്താലും ഒലിച്ചു പോവാത്ത ഒരു മേക്കപ്പാണ് നമ്മളിന്നിവിടെ ചെയ്യുന്നത്. ഒരു സിമ്പിളായിട്ടുള്ള ടിപ്പാണ്, പക്ഷേ ഇതിൻ്റെ റിസൾട്ട് വളരെ വലുതാണ്. ഒരു കഷ്ണം ഐസ് ക്യൂബ് എടുക്കുക, എന്നിട്ട് അതിൽ കോട്ടണിലോ തുണിയിലോ പൊതിഞ്ഞിട്ട് ഫേസ് കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക. മസാജിന് ശേഷമുള്ള ആ ഒരു നനവ് ഫേസിൽ അങ്ങനെ തന്നെ നിൽക്കണം, അത് നമ്മൾ തുടച്ച് കളയേണ്ടതില്ല. ഞാനിവിടെ ഡിസാൻജിൻ്റെ ഒരു മൂസ് ഫൗണ്ടേഷനാണ് എടുത്തിട്ടുള്ളത്. നനഞ്ഞ ഫേസിലേക്ക് ഞാൻ ആ ഫൗണ്ടേഷൻ ഒന്ന് ഡോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ ഫൗണ്ടേഷനും നമ്മുടെ ഫേസിലുള്ള ആ വെള്ളവും കൂടെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് സ്കിന്നിലേക്ക് ഞാനൊന്ന് മസാജ് ചെയ്ത് പിടിപ്പിക്കുകയാണ്. ഫൗണ്ടേഷൻ ഒന്ന് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ട്രാൻസ്ലൂസൻറ്റ് പൗഡറാണ് ഉപയോഗിച്ചത്. നിങ്ങളുടെ കയ്യിലുള്ളത് ഏതാണോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കോമ്പാക്റ്റോ അതല്ലെങ്കിൽ മിനറൽ പൗഡറോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ടാൽക്കം പൗഡർ ആണെങ്കിൽ ആ ടാൽക്കം പൗഡർ ഉപയോഗിച്ചിട്ടും നമുക്ക് ഇതേ ഫിനിഷിങ്ങിൽ ഫിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഡിസാൻജിൻ്റെ ബ്രോൺസറാണ് ഞാനിവിടെ ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്യുന്നത്. എനിക്കൊരു ന്യൂഡ് ഷെയ്ഡ് മതി, കാരണം ഞാനൊരു കളർഫുള്ളായിട്ടുള്ള ഐ മേക്കപ്പ് അല്ല കൊടുക്കുന്നത്. നമ്മൾ നാച്ചുറൽ ലുക്കാണല്ലോ ചെയ്യുന്നത്, അപ്പം ഞാൻ ഈ ഒരു ഷെയ്ഡാണ് അപ്ലൈ ചെയ്യുന്നത്. എൻ്റെ ഐബ്രോസ് അത്ര തിക്കല്ല, അപ്പം ഞാൻ ഐബ്രോസ് ഒന്ന് ഷെയ്ഡ് ചെയ്യാൻ പോവാണ്. തിക്കായിട്ടുള്ള ഐബ്രോസ് ഉള്ളവർക്ക് ഈ സ്റ്റെപ്പൊക്കെ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഐബ്രോ ഷെയ്ഡിങ് പാലറ്റ് ഉപയോഗിച്ചിട്ട് ഞാൻ എൻ്റെ ഐബ്രോസിൻ്റെ അകമൊക്കെ ഒന്ന് ഫില്ല് ചെയ്തു. ഔട്ടർ കോർണർ ഒരു ഡാർക്ക് ഷെയ്ഡും ഇന്നർ കോർണർ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡുമാണ് ഫില്ല് ചെയ്തത്. ഇനി നമുക്ക് ഐ മേക്കപ്പ് ചെയ്യണം. അതിന് ഞാനിവിടെ ഒരു കൊളോസലാണ് യൂസ് ചെയ്തത്. ഒരു സ്മോക്കി ഐസാണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യം കണ്ണിനകത്ത് നമ്മുടെ പീലിയോട് ചേർന്നിട്ട് ഒന്ന് ബ്ലാക്ക് ചെയ്ത് കൊടുത്തു. ഒരുപാട് ഷാർപ്പായിട്ടൊന്നും എഴുതേണ്ട കാര്യമില്ല, കാരണം നമ്മളിത് സ്മഡ്ജ് ചെയ്യുന്നതാണ്. കണ്ണിന് താഴെ വാട്ടർ ലൈനിലും ഇതേ കൊളോസിൽ ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് എഴുതി കൊടുക്കാം. വാട്ടർ ലൈന് താഴേക്ക് അധികം ബോൾഡായിട്ട് എഴുതേണ്ട കാര്യമില്ല, കാരണം നമ്മൾ സ്മഡ്ജ് ചെയ്യാൻ പോകുന്നതാണ്. ഇനി നമുക്ക് ഐ മേക്കപ്പ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. സ്മഡ്ജിങ്ങിൻ്റെ ബ്രഷ് ഇല്ലെങ്കിൽ നമുക്കൊരു ചെറിയ ബഡ്സ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഈവൻലി ബ്ലെൻഡ് ചെയ്യാവുന്നതാണ്. ഇനി വാട്ടർ ലൈനിൽ നമുക്കൊരു ഷാർപ്പ് ബ്ലാക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഐ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഒന്നുകൂടെ എഴുതി കൊടുക്കാം. കണ്ണിനൊരു കോണ്ടൂർ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബ്രൗൺ കളർ ഷാഡോ ഉപയോഗിച്ചിട്ട് ഞാൻ അതിൻ്റെ ഔട്ടർ കോർണർ മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്തു. നാച്ചുറൽ ലുക്ക് ആയതുകൊണ്ട് നമ്മൾ ലാഷസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഒരു വോളിയം ബൂസ്റ്റിംഗ് മസ്കാര ഉപയോഗിച്ചിട്ട് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ ഉപയോഗിക്കുന്ന മസ്കാരയും കൊളോസിലും എല്ലാം വാട്ടർ പ്രൂഫ് ആയിരിക്കണം. ഞാനിവിടെ ഒരു 2-3 കോട്ട്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നൗ യു ക്യാൻ സീ ദ ഡിഫറൻസ്. ഐ ഷാഡോയ്ക്ക് ഉപയോഗിച്ച് സെയിം ബ്രൗൺസർ ഉപയോഗിച്ചിട്ട് ഞാൻ നോസ് ഒന്ന് കോണ്ടൂർ ചെയ്യാണ്. ഡാർക്ക് മെറൂൺ ലിപ്പ് ലൈനർ വെച്ചിട്ട് ഞാൻ ലിപ്പിൻ്റെ ഔട്ടർ ലൈൻ ഒന്ന് ഫില്ല് ചെയ്തു. ലിപ്സ്റ്റിക് ഞാനിവിടെ ന്യൂഡ് പീച്ച് കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
ബ്ലഷ് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. ഞാനിവിടെ കോണ്ടൂറിംഗ് ഒന്നും ചെയ്തിട്ടില്ല, ബ്ലഷ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. നാച്ചുറൽ ലുക്ക് മേക്കപ്പ് ആയതുകൊണ്ട് ഞാൻ ഹൈലൈറ്ററും സ്കിപ്പ് ചെയ്തു. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ഇവിടെ ഫിനിഷായി. ആൻഡ് ദിസ് ഈസ് അവർ ഫൈനൽ ലുക്ക്. ഫൗണ്ടേഷൻ നമ്മൾ വെള്ളമായിട്ട് ചേർത്ത് സ്കിന്നിലേക്ക് മസാജ് ചെയ്ത് പിടിപ്പിച്ചതുകൊണ്ട് നമുക്ക് ഈ മേക്കപ്പ് ഒന്ന് വേർക്കുകയോ അല്ലെങ്കിൽ അത്യാവശ്യം ഒന്ന് മഴ നനയോ ഒക്കെ ചെയ്താലും ഈ മേക്കപ്പ് റിമൂവായി പോകത്തില്ല.